ഇത് എൻ്റെ വീട്ടിലൊരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. മലപ്പുറം ജില്ലയിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ ഇതിന് പറയുക തട്ടിപ്പരത്തി എന്നാണ്. വെറും ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാം, വേണമെങ്കിൽ ഗോതമ്പ് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഞാൻ ഗോതമ്പ് അരിപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കൈകൊണ്ട് തട്ടിയിട്ടും പരത്തിയിട്ടും ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പേര് വന്നത്. ട്രഡീഷണലി എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇത് പരത്തുന്നത് വാഴേൻ്റെ ഇലയിലാണ്. ഇവിടെ ഇപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. പണ്ടൊക്കെ അമ്മ തട്ടിപ്പരത്തി ഉണ്ടാക്കുമ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ലാതായിരുന്നു കേട്ടോ ഞാനൊക്കെ കഴിച്ചിരുന്നത്. പക്ഷെ ഇപ്പം ഇങ്ങനെ കിട്ടാതെ ആകുമ്പോഴാണ് കേട്ടോ അതിൻ്റെയൊക്കെ വില മനസ്സിലാവണത്. എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാക്കുമ്പോൾ മിക്കവാറും സമയങ്ങളിൽ തേങ്ങാ ചമ്മന്തിൻ്റെ കൂടെയാണ് കഴിക്കാറ്. ചമ്മന്തിന്ന് ഞാൻ കുറച്ച് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ചമ്മന്തി എന്നാണ് പറയാറ്. അതേപോലെ തന്നെ ഇതിന് പറ്റിയൊരു കോമ്പിനേഷനാണ് മസാലക്കറിയും. പക്ഷേ ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട റോസ്റ്റാണ്. ഇതും ഒരു നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളുടെ നാട്ടിൽ ഇതേ സാധനം വേറെ വല്ല പേരിലുമാണ് അറിയപ്പെടുന്നതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബില്ലോ കേട്ടോ.